എല്ലാത്തിലും ഉള്ളത് എല്ലാ ഇനിയുള്ള തലമുറകൾക്കൊക്കെ നമുക്ക് അത് കൊടുക്കാൻ കഴിയണം. അങ്ങനെയുള്ള ഓരോ വിത്തുകളായി മാറണം. അതിനുവേണ്ടി ചെറുതായിട്ടൊരു കാര്യം, സമയത്തെ നിഷ്കർഷത പാലിക്കുക എന്നുള്ളത്. കാരണം അള്ളാഹു നമ്മുടെ ജീവിതം എന്ന് പറഞ്ഞാൽ തന്നെ ലൈഫ് ഈസ് ടൈം ബിറ്റ്വീൻ ബർത്ത് ആൻഡ് ഡെത്ത് എന്നാണ്. നമ്മൾ ജനിച്ചത് മുതൽ മരിച്ചത് വരെയുള്ള ഒരു സമയമാണ് നമ്മുടെ ജീവിതം എന്ന് പറയുന്നത്. അപ്പോൾ സമയത്തെ ബഹുമാനിക്കുക, അതിനെ ആദരിക്കുക എന്നുള്ളവർ മാത്രമേ ഒരു വിദ്യാർത്ഥി ആയിക്കോട്ടെ, ഒരു ഭാഗത്ത് വളരുന്ന ആളുകൾ ഉയർന്ന സ്ഥാനത്തിലേക്കുള്ളൂ. കാരണം സമയത്തെ വരവേൽക്കാത്തവർ എവിടെയും എത്തിയിട്ടില്ല. കാരണം ഇന്ന് ഓരോ സമയം, ഇന്ന് നിങ്ങൾക്ക് 15 കാരണം നിങ്ങൾ ഇന്ന് ടീനേജ് എന്നുള്ളൊരു കാലാവസ്ഥയിലാണ്, അല്ലെങ്കിൽ ടീനേജ് എന്നുള്ള ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ ജീവിച്ചിരിക്കുന്നത്. ദിസ് ഈസ് എ ട്രാൻസാക്ഷണൽ പീരീഡ് ഓഫ് ലൈഫ് എന്ന് പറയും. കാരണം ഇപ്പോൾ നിങ്ങൾക്ക് ഡിഫറൻ്റ് ആയ പല സ്വഭാവ വ്യതിയാനങ്ങളും സംഭവിക്കുന്ന കാലഘട്ടത്തിൽ നിങ്ങൾക്കുള്ള ഉയർന്ന ലക്ഷ്യങ്ങൾ വിഭിന്നമായിരിക്കും ഓരോരുത്തർക്കും. പക്ഷെ ഓരോരുത്തരുടെയും സ്കില്ലിനനുസരിച്ച് എങ്ങനെയാണോ അവരവരുടെ സ്കില്ല്, എങ്ങനെയാണോ +1 ഇനിയിപ്പോൾ നിങ്ങൾ എല്ലാവരും ഓരോ വിഷയത്തിലേക്കും എടുത്തുപോയിട്ടാവും. അതിൽ പൂർണ്ണമായും അവരവരുടെ ആപ്റ്റിറ്റ്യൂഡ് അനുസരിച്ച് മാത്രമേ ഉയർന്ന വിദ്യാഭ്യാസം താല്പര്യമില്ലെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ അത് മാറ്റി ഉയർന്ന നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള മേഖലയിലോട്ട് വളരണം. അതിനെ വിജയിക്കാൻ ആവശ്യമായ ഒരു 4 D മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കാം. ഒന്നാമത്തെ D എന്ന് പറഞ്ഞത് ഉസ്താദ് പറഞ്ഞതുപോലെ ഡ്രീം ചെയ്യലാണ്. ഡ്രീമാണ്, സ്വപ്നം കാണണം. APJ അബ്ദുൽ കലാം പറഞ്ഞത് എന്താണ്? ഉറങ്ങുമ്പോൾ കാണുന്നതല്ല സ്വപ്നം, നമ്മളെ ഉറങ്ങാതിരിക്കാൻ എന്താണോ ഒരു കാര്യമുള്ളത് അതാണ് സ്വപ്നം. ഉറങ്ങാൻ സമ്മതിക്കാത്തത് എന്താണോ അതാണ് യഥാർത്ഥത്തിൽ സ്വപ്നം എന്നാണ് പറഞ്ഞത്. കാരണം നമ്മുടെ മനസ്സിൽ നമ്മുടെ അംബീഷൻ ഉണ്ടാകും. ഐ എയിം ടു ബിക്കം എ കളക്ടർ, ഐ എയിം ടു ബിക്കം എ അല്ലെങ്കിൽ ഐ എയിം ടു ബിക്കം എ പ്രിൻസിപ്പൽ. അങ്ങനെയുള്ള ഇഷ്ടംപോലെയുള്ള മേഖലകൾ, ടീച്ചർ, എഞ്ചിനീയർ, ഡോക്ടർ, ഇതൊക്കെ ഇപ്പൊ തന്നെ നമ്മൾ മനസ്സിന്റെ ഉള്ളിലോട്ട് ഡ്രീം ചെയ്ത് വെക്കണം. ഇത് ആരുമില്ല, നമ്മുടെ കുടുംബാന്തരീക്ഷമോ നമ്മുടെ നാടോ ഇതിനൊന്നും വകവെക്കാതെ ഞാൻ തന്നെയാണ് അതിന്റെ റെസ്പോൺസിബിലിറ്റി, എന്റെയാണ് സ്വപ്നം, ആ സ്വപ്നം വാർത്തെടുക്കാൻ ഞാനാണ് മെനക്കേണ്ടത് എന്നുള്ള അതിനെന്ത് ചെയ്യണമെന്ന് അറിയോ? ഡിസയർ വേണം, അടങ്ങാത്ത ആഗ്രഹം വേണം. രണ്ടാമത്തെ D എന്ന് പറയുന്നത് ഡിസയറാണ്. അടങ്ങാത്ത ആഗ്രഹം അതിനുണ്ടായിരിക്കണം. നമ്മൾ സ്വപ്നം മാത്രം കണ്ടുകൊണ്ട് വീട്ടിലിങ്ങനെ ഇരുന്നത് കൊണ്ട് ഒരിക്കലും ഇങ്ങനെ ആഗ്രഹിച്ചുകൊണ്ടേയിരുന്ന് അതിന്, കാരണം കിട്ടിയില്ലെങ്കിൽ അത് നമുക്ക് വിഷമം ഉണ്ടാവണം. ഇപ്പൊ A+ കിട്ടാത്ത ആളുകൾ എന്തെങ്കിലും അതിനൊരു വിഷമം ഉണ്ടാവണം. 10ാം ക്ലാസ് കിട്ടിയില്ല, ഞാൻ ഇനി +2 എന്ത് ചെയ്യും? പൂർണ്ണമായും A+ ഞാൻ നേടിയിരിക്കുന്ന അടങ്ങാത്ത വിഷമം, അടങ്ങാത്ത ആഗ്രഹം നമ്മുടെ മക്കളുണ്ട്. ഇനി അത് കഴിഞ്ഞിട്ട് ഉണ്ടാതിരുന്നാൽ മതിയോ? നമുക്ക് ആഗ്രഹമുണ്ട്, ഞങ്ങൾ ഇങ്ങനെ സ്വപ്നം കാണുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇരുന്നത് കാണുന്നുണ്ട്. ഇല്ല, ഡെഡിക്കേഷൻ വേണം, ആത്മസമർപ്പണം നമ്മളിൽ നിന്ന് ഉണ്ടാവണം. അതിനെങ്ങനെയെന്ന് ചോദിച്ചാൽ ഇപ്പൊ നമ്മൾ യൂട്യൂബിലും ഫേസ്ബുക്കിലും ഒക്കെ ഇങ്ങനെ കണ്ടിട്ട് കുറെ സമയങ്ങളുണ്ട്. അതിന് ഉപകാരപ്രദമായ നമ്മുടെ എയിമിനനുസരിച്ചിട്ടുള്ള ആവശ്യമായത് എന്തോ അത് നമ്മൾ ഗ്രാഫിക് ആണോ, നമ്മൾ ആർക്കിടെക്റ്റ് ആണോ, നമ്മുടെ യൂട്യൂബിലെ ഓരോ ലിങ്കുകൾ എന്തായിരിക്കണം? അതിനനുസരിച്ച് നമ്മൾ ഇഷ്ടപ്പെടുന്ന സൈക്കോളജി ആണോ, അതിനനുസരിച്ചിട്ടായിരിക്കണം. നമ്മൾ അനുസരിക്കുന്നത് വേറെ മേഖലകളാണ്, ഡോക്ടറേറ്റ് മേഖലയാണോ, പാരാമെഡിക്കൽ ആണോ, ഇതിന്റെ ഇതായിരിക്കണം നമ്മുടെ ലിങ്കുകളിൽ അധികമായി ഇഷ്ടപ്പെടുന്നത്. സോഷ്യൽ മീഡിയ അഡിക്ഷൻ ആണ്. കാരണം നമ്മുടെ മക്കൾ ഏത് തരത്തിൽ പോകുന്നതും നമ്മൾക്ക് ഒരിക്കലും നമുക്ക് പോലും കണ്ടുപിടിക്കാൻ പറ്റില്ല. കാരണം ഈ അടുത്ത് പറഞ്ഞ പോലെ ഉസ്താദ് പറഞ്ഞ പോലെ പ്രണയം പറഞ്ഞപ്പോ ആ കുട്ടി എൻ്റെ അടുത്ത് പറഞ്ഞത് എൻ്റെ ഉമ്മാക്ക് ഒരിക്കലും അറിയില്ല, എൻ്റെ പ്രണയം കണ്ടുപിടിക്കാൻ അറിയില്ല. അപ്പൊ എന്താ കാരണം? 1100 ഉണ്ടായപ്പോ ഞാൻ മെസ്സേജ് ആയിരുന്നു അവനിക്ക് അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഉമ്മാക്ക് കോള് മാത്രം വിളിക്കാൻ അറിയുള്ളൂ. ഉമ്മ എന്ത് ചെയ്തു? എന്റേത് കണ്ട് മെസ്സേജ് പഠിച്ചപ്പോ ഞാൻ എന്ത് ചെയ്തു? ഫേസ്ബുക്കിലോട്ട് ചാടി. ഫേസ്ബുക്കിൽ ഇമ്മ പഠിച്ചു വരുമ്പോഴത്തേനും ഞാൻ വാട്സപ്പിലോട്ട് ചാടി. ഇമ്മ വാട്സപ്പ് പഠിച്ചു വരുമ്പോഴത്തേനും ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ വരും. ഇമ്മ ഇൻസ്റ്റാഗ്രാമിൽ എത്തിയപ്പോ ഞാൻ സ്നാപ്ചാറ്റിൽ എത്തിയിട്ട് ഇപ്പൊ നിൽക്കുകയാണ്. അപ്പൊ ഇനി നിങ്ങൾ സ്നാപ്ചാറ്റ് പഠിക്കുമ്പോഴത്തേനും അവര് വേറെ ആപ്ലിക്കേഷൻ അതിന് ഉണ്ടാക്കി. അവരെ മാറ്റിയെടുക്കാനുള്ള ഏക വഴി എന്നുള്ളതും ബി എ ഫ്രണ്ട്ലി വിത്ത് ദം, അവരെ സുഹൃത്തുക്കളാക്കി മാറ്റുക. അവരുടെ പ്രശ്നം എന്താണെന്നും കേൾക്കാനുള്ള സമയങ്ങളൊക്കെ ഉണ്ടാവും. സമയത്തെ കൺട്രോൾ ചെയ്യാനുള്ള കഴിവ് നമുക്ക് എല്ലാവർക്കും ഉണ്ടാകും. കാരണം സമയവും തിരമാലയും ഒരിക്കലും ആരെയും കാത്തു നിൽക്കില്ല. ഈ വർഷം വാങ്ങണം ഇനി അടുത്ത വർഷം വാങ്ങാം എന്ന് ഒരിക്കലും അൽഹംദുലില്ലാഹ്. ഇവിടെ മദ്രസ വിദ്യാഭ്യാസത്തോടൊപ്പം തന്നെ ഉയർന്ന വിദ്യാഭ്യാസം വാങ്ങിയ ഒരുപാട് കുട്ടികളുണ്ട്. അങ്ങനെയുള്ള ഇനിയുള്ള തലമുറ മതവിദ്യാഭ്യാസമൊക്കെ ഉണ്ടാക്കണം. 4ാമത്തെ D എന്ന് പറയുന്നത് ഡിറ്റർമിനേഷൻ ആണ്. നമ്മൾ എന്ത് ചെയ്യണം? കണ്ടെത്തണം.
എന്റെ ഒബ്ജക്റ്റീവ് എന്താണെന്നുള്ളത് നമ്മൾ സാറ്റിസ്ഫൈഡ് ചെയ്ത് കണ്ടെത്താൻ ശ്രമിക്കണം. അത് ഡെഡിക്കേഷൻ ചെയ്താൽ മാത്രമേ നമുക്ക് ഉണ്ടാവുള്ളൂ. കാരണം ആ സമയത്ത് ഇന്ന് ഉസ്താദ് പറഞ്ഞതുപോലെ വെറും 6% മുസ്ലിം പോപ്പുലേഷൻ മാത്രമേ ഇന്ന് സർക്കാർ ജീവനക്കാരായി ഇന്നുള്ളൂ. കാരണം 14% യുദ്ധം ചെയ്ത് നമ്മുടെ പല രാഷ്ട്രീയ നേതാക്കളും പല നമ്മുടെ നേതൃത്വങ്ങളിലുള്ളവർ നമുക്ക് വാങ്ങി തന്ന് നമ്മളതിന് ശ്രമിക്കുന്നില്ല. IAS പോലുള്ള സെൻട്രൽ ഗവൺമെന്റിന് വെറും 3% മാത്രമേ കുട്ടികൾ ശ്രമിക്കുന്നുള്ളൂ. ബാക്കി എല്ലാവരും ഇങ്ങനെ നടന്നു പോകുന്നു. അത് ഇനി ഇൻഷാ അല്ലാഹ്